സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു. മലയാള സിനിമാ വ്യവസായത്തിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്ന് നടൻ പോലീസിനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മലയാള സിനിമയിലെ പല വമ്പൻ നടന്മാരും ലഹരി ഉപയോഗിക്കുമ്പോഴും ലഹരിയുടെ പേരിൽ പഴി കേൾക്കേണ്ടി വരുന്നത് താനും മറ്റൊരു നടനും മാത്രമാണെന്നും ഷൈൻ ടോം പറഞ്ഞു. അതേസമയം ഇപ്പോൾ ലഹരി വസ്തുക്കൾ ലഭിക്കാൻ വലിയ പ്രയാസമാണെന്ന പരാതിയും നടനുണ്ട്. പരിശോധനകൾ ശക്തമായതോടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ലഹരി മരുന്ന് ലഭിക്കാൻ വലിയ പ്രയാസമാണെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. പരിശോധനകൾ ശക്തമായതോടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ലഹരി മരുന്ന് ലഭിക്കാൻ വലിയ പ്രയാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനായി ഷൈന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നടൻ നടത്തിയ ദുരൂഹമായ പണമിടപാടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. 2000 രൂപയ്ക്കും 5000 രൂപയ്ക്കും ഇടയിൽ വ്യക്തികൾക്ക് കൈമാറിയ ഇടപാടുകളിലാണ് സംശയം. സമീപകാലത്ത് ഇത്തരത്തിൽ നടന്ന 14 പണം ഇടപാടുകളെക്കുറിച്ച് വിശദമായ പരിശോധനകളും നടത്തും. ഈ ഇടപാടുകൾ ലഹരിക്ക് വേണ്ടിയുള്ള പണം കൈമാറ്റമായിരുന്നുവെന്നാണ് സംശയം. എന്നാൽ താൻ പലർക്കും കടം കൊടുത്ത പണമാണ് ഇത് എന്നാണ് ഷൈൻ നൽകുന്ന വിവരം. അതേസമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഷൈൻ ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ ഫിലിം ചേംബർ കൊച്ചിയിൽ യോഗം ചേരും. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷൈനെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താൻ സിനിമാ സംഘടനകളോട് ചേംബർ ശുപാർശ ചെയ്തേക്കുമെന്നാണ് വിവരം. നാളെ കൊച്ചിയിൽ നടക്കുന്ന യോഗത്തിൽ സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകരും ഉണ്ടാവും. സിനിമയിലെ ICC അംഗങ്ങളും പങ്കെടുക്കും. നടി വിൻസിയെയും ഷൈൻ ടോം ചാക്കോയെയും കേട്ട ശേഷമായിരിക്കും നടപടി. താരസംഘടന അമ്മയും ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം.